RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ച് സഞ്ജിത്തിന്റെ മാതാവ്. പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് കൊലപാതകമെന്നും അതിക്രൂരമായാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയതെന്നും അമ്മ കോടതിയിൽ പറഞ്ഞു. കേസിൽ കക്ഷി ചേരാൻ അമ്മ സുനിത അപേക്ഷ നൽകി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, തന്റെ മകനെ അതിക്രൂരമായി ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ കേസിൽ ആ അമ്മയ്ക്ക് നീതി വേണം. ആ അമ്മ ന്യായമായ ഒരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? മാത്രമല്ല, ഈ പ്രതികൾക്ക് ജാമ്യം നൽകാനുള്ള ഒരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടോ? നന്ദഗോപൻ. അശ്വതി, 2021 നവംബർ 15 തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അതിൽപ്പെട്ട തീവ്രവാദികൾ ചേർന്ന് സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത്. സഞ്ജിത്തും ഭാര്യയും ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാർ ഇടിച്ചു വീഴ്ത്തി സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂരമായാണ് ഭാര്യയുടെ മുമ്പിൽ വെച്ച്, കുടുംബത്തിൻ്റെ മുമ്പിൽ വെച്ച് സഞ്ജിത്തിനെ ഈ തീവ്രവാദികൾ, ഇസ്ലാമിക തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ ഇതിലെ ഏതാനും ചില പ്രതികൾക്ക്, മുഴുവൻ 24 പ്രതികളാണ് ഈ കേസിലുള്ളത്, ഇതിൽ ചില പ്രതികൾക്ക് ഇതിനോടകം തന്നെ ജാമ്യം ലഭ്യമായിട്ടുണ്ട്. ഇതിനെതിരെയാണ് സഞ്ജിത്തിൻ്റെ മാതാവ് സുനിത സുപ്രീം കോടതിയെ സമീപിച്ചത്. തൻ്റെ മകനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൃത്യമായ ഗൂഢാലോചന ഇതിലുണ്ട്. മത തീവ്രവാദം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി രാഷ്ട്രത്ത് അല്ലെങ്കിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള സംഘർഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രതികൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തീവ്രവാദികൾക്ക്, അത്തരം ഇസ്ലാമിക തീവ്രവാദികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് സഞ്ജിത്തിൻ്റെ മാതാവ് സുപ്രീം കോടതിക്ക് മുന്നിൽ വെച്ച അപേക്ഷ. അശ്വതി. എസ് നന്ദഗോപൻ, ഇതിൽ ആശങ്കാജനകമായ ഒരു കാര്യം, ഈ പ്രതികൾക്ക് ജാമ്യം നൽകാനുള്ള ഒരു നീക്കം അത് അണിയറയിൽ നടക്കുന്നുണ്ടോ? ഏതാനും ചില, അതായത് മുഴുവൻ ഈ കേസിൽ 24 പ്രതികളാണ്. ഇതിനോടകം തന്നെ ചില പ്രതികൾക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞു. അതിനെതിരെയാണ് ഈ സുനിത ഇപ്പോൾ, അല്ലെങ്കിൽ സഞ്ജിത്തിൻ്റെ മാതാവ് സുനിത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പ്രതികൾക്ക് ജാമ്യം നൽകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് സുതാര്യമല്ല എന്നുള്ള ആക്ഷേപം RSSനടക്കമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഏജൻസി, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്ത് യഥാർത്ഥ പ്രതികളെ അന്വേഷണത്തിന് അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ RSSും അതേപോലെ തന്നെ സഞ്ജിത്തിൻ്റെ കുടുംബമടക്കം മുന്നോട്ട് വെച്ചതാണ്. ഈ കേസിൽ കേരള പോലീസ് ഏകപക്ഷീയമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത് എന്നുള്ളതാണ്. കുറ്റപത്രത്തിൽ വകുപ്പുകൾ ചേർത്തതിലടക്കം പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പഴുതുകൾ ഉപയോഗിച്ചാണ് കോടതി പല പ്രതികൾക്കും ജാമ്യം നൽകിയത് എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും സമാനമായ രീതിയിൽ കൂടുതൽ പ്രതികൾക്ക് ജാമ്യം നൽകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കേസിൽ കക്ഷി ചേരാനും ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ അത്തരം തീവ്രവാദികൾ അതിക്രൂരമായി നടത്തിയ കൊലപാതകം, അതിൽ നിഷ്പക്ഷമായ അന്വേഷണം, അതിൽ ഈ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ അത് ഈ അന്വേഷണത്തെ അടക്കം ബാധിക്കുമെന്നത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സഞ്ജിത്തിൻ്റെ മാതാവ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അശ്വതി. യെസ് നന്ദഗോപൻ, RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊലക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവുമായി സഞ്ജിത്തിന്റെ മാതാവ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.